ഓക്കെ, സോ നെക്സ്റ്റ് സിഗ്ബർ എക്സി പ്രോഗ്രാമാണ്. സോ അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റയെ ഗാമ വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഡെസിമൽ പോർഷൻ ഇപ്പോൾ 2.35 ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിയറസ്റ്റ് ഇൻഡിജറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ 2 ആക്കി മാറ്റണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഫിക്സ്. ഓക്കെ, സോ ഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഫിക്സിനെ അപ്ലൈ ചെയ്യുക. ഫിക്സിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ എവിടെയായിരിക്കും ഉണ്ടാവുക, അക്യുമുലേറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മുടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആൻസർ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അക്യുമുലേറ്ററിലായിരിക്കും. ആ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നമ്മൾ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ ആൽഫയാണ് തന്നിരിക്കുന്നത്, സോ ആൽഫയിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പറേഷനകത്ത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, സിഗ്ബർ എക്സിയിൽ നമ്മൾ BSTF കുറേ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, BSTF എന്ന് പറഞ്ഞിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ F രജിസ്റ്ററിനെ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഈ രജിസ്റ്ററിനെ യൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് അക്യുമുലേറ്റർ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പറാൻഡിനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കണം, F രജിസ്റ്ററിലേക്കായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, സാധാരണ നമ്മൾ LDA കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ലോഡ് ടു ദ രജിസ്റ്റർ F രജിസ്റ്ററിലേക്ക് കൊടുത്തു ബീറ്റയുടെ വാല്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ബീറ്റയും ഗാമയും കൂടെ ഡിവൈഡ് ചെയ്യുവാണ്. സോ ഡിവൈഡ് DFൽ നമ്മളെന്താണ്, ബീറ്റ ബൈ ഗാമ, അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡിവിഷൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഫിക്സ് ചെയ്യാൻ പറഞ്ഞേക്കും. അതായത് നമുക്ക് F ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, F രജിസ്റ്ററും ഗാമയിലുള്ള വാല്യൂയും തമ്മിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, Fലായിരിക്കും ഇരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നെക്സ്റ്റ് വി ആർ അപ്ലൈയിങ് ദ ഫിക്സ് ഓപ്പറേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും, Fലുള്ള വാല്യൂ ഫിക്സ് ആവും. ഇപ്പോൾ 2.35 ആണെങ്കിൽ 2 എന്നുള്ളൊരു ഡെസിമൽ വാല്യൂലോട്ട്, 2 എന്നുള്ളൊരു ഇൻഡിജർ വാല്യൂലോട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ ആൻസർ എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഫിക്സിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിടക്കുന്നത് എവിടെയായിരിക്കും, അക്യുമുലേറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അക്യുമുലേറ്ററിലാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് ഫിക്സിന് ശേഷമുള്ള. അപ്പോൾ അക്യുമുലേറ്ററിൽ കിട്ടിയിരിക്കുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ ആൽഫ ആയതുകൊണ്ട് ആൽഫയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനും ഡിവൈസറും ഡിവിഡൻറ്റും വേണം. സോ ബീറ്റയും ഗാമയും വേണം. സോ 2 വേർഡ്സ് നമ്മൾ കൊടുത്തു, ബീറ്റ ആൻഡ് ഗാമ. നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആൽഫയിലാണ്. സോ ആൽഫയുടെ കാറ്റഗറി എന്ത് കൊടുത്തു, പ്രിസർവ് വേർഡ് കൊടുത്തു. സോ നമുക്കൊരു നമ്പറിനെയാണ് സ്റ്റോർ ചെയ്യാനുള്ളത്. സോ സൈസ് 1 ആക്കി കൊടുത്തു. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, LDAക്ക് പകരമായിട്ട് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തത് F രജിസ്റ്ററിലാണ്. അതേപോലെ തന്നെ ഫിക്സ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിക്സിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ഇൻ ടു ആൻ ഇൻറ്റീജർ. ഓക്കെ, ആ കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അക്യുമുലേറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ക്രൂഷ്യലാണ്, ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാം.